എനിക്ക് മനസ്സിലായില്ല. ശരിക്കും അതിരിക്കട്ടെ, ഇവിടെ എങ്ങനെ വന്നു? അങ്ങനെ ഒരു കറക്ക് കമ്പനി നടത്തി കറങ്ങി തിരിഞ്ഞിവിടെ എത്തി. മനസ്സിലായില്ല. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഒരു ജോലി അന്വേഷിച്ച് ഒരുപാട് ഞാൻ നടന്നു. ഒരു ദിവസം വളരെ യാദർശികമായിട്ടാണ് ഒരു ചൂതുകളി ക്യാമ്പിൽ എത്തിപ്പെട്ടത്. എല്ലുമുറിയെ പണിയെടുക്കാൻ തയ്യാറായിട്ട് നമുക്കൊരു നേരത്തെ ആഹാരത്തിന് കൂടി വഴിയില്ല. ജീവിക്കണമെങ്കിൽ ഇതെല്ലാം വേണം ചേട്ടാ. നീ വാ. ഒരു റാണി, രണ്ട് റാണി, മൂന്നാമത്തെ റാണി. കൈയെടുക്ക്, ഞാൻ കാണിച്ചു ആദ്യം കാണിച്ചതാ. കൈയോട് സ്വാമി ചീട്ട് കാണട്ടെ. സ്വാമി എന്താണ്? ഒരു രാജ, രണ്ട് രാജ, മൂന്നാമത്തെ രാജ എവിടെ? എവിടെ? മൂന്നാമത്തെ രാജ കാണണം, നിർബന്ധം കാണണം. മൂന്നാമത്തെ രാജ്യ ഞാൻ തന്നെ. എന്ത് പറഞ്ഞു? ഞാൻ കൊല്ലില്ല. നമുക്ക് രണ്ട് രാജ്യം കാണിച്ചു കൊടുത്ത് മൂന്നാമത്തെ രാജ്യം ഞാനെന്ന് പറഞ്ഞ കളവിന് വിശ്വാസമില്ല. ഗുരുവാശാനോ? കൊള്ളാമല്ലോ. 203. താനൊരു കാര്യം ചെയ്യും, അവളോടൊന്ന് സ്റ്റേഷനിൽ വരാൻ പറയും. സാർ, എന്താ ഭയമാണോ? ഇല്ല, ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി. ഗുരുവായൂരനോട് സ്റ്റേഷനിൽ വരാൻ പറയാൻ ചങ്കൂറ്റുള്ള ഏതേമാനാ വന്നിരിക്കുന്നത്? പോകാൻ പറയടോ. അവന്റെ ലോലത്തി ഏമാൻ. പോകാൻ പറഞ്ഞില്ലേ? ആശാനെ, പുതിയ ഏമാനാ വരുന്നെന്ന് തോന്നുന്നേ. നീയാണോ ഇവിടുത്തെ ചട്ടമ്പി ഗുരുവാശാൻ? നീ ആരാ? ഇവിടുത്തെ പോസ്റ്റ്മാനോ? മേൽവിലാസം അന്വേഷിക്കാൻ? മര്യാദക്ക് സ്റ്റേഷനിലോട്ട് വരുന്നത് നല്ലത്. എന്നെ മര്യാദ പഠിപ്പിക്കാൻ ഇവിടുത്തെ ഏമാനം വളർന്നിട്ടില്ല. അത് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞാൽ മതി, ഇവിടെ വേണ്ട. ഒരടി മുമ്പോട്ട് വെച്ചാൽ ആ കാല് ഞാൻ അരിഞ്ഞു കളയും. ഓഹോ, ഞാൻ ആരാണെന്ന് അറിഞ്ഞേ തീരും അല്ലേ? ഞാൻ ആരാണെന്ന്
ഏമാൻ അറിയാതിരിക്കുന്നതാ നല്ലത്. നിർത്തടാ. വാവരെ വാ. ഹേമാനെ, ഹേമാൻ പോയിക്കോ. നാളെ രാവിലെ ഗുരുവാശ സ്റ്റേഷൻ ഉണ്ടാവും. പറ്റില്ല, ഇപ്പൊ തന്നെ പറയണം. എന്നെ പേടിപ്പിക്കരുത്. ഗുരുവാശനാണ് പറയുന്നത്. ഗുരുവാശന്റെ വാക്ക് വാക്കാ. ആ, അങ്ങനെ ഞാനൊരു ഗുരു ആശാനായി. ആട്ടെ, നിങ്ങൾ? എനിക്ക് പോലീസ് സ്റ്റേഷൻ പുത്തിരിയൊന്നുമല്ല. തെറ്റ് ചെയ്തിട്ടല്ല ഇവിടെ വരുന്നതെന്ന് മാത്രം. ആരൊക്കെയുണ്ട്? ആരും പോലുമില്ലാത്ത ഒരു നാടോടിയാണ് ഞാൻ. മുകളിൽ ആകാശം, താഴെ ഭൂമി, അത്രമാത്രം. എനിക്കായിട്ടുണ്ട് എന്ന് പറയാൻ ഒരേ ഒരു സഹോദരി മാത്രം. അവൾ എൻ്റെ എല്ലാമാണ്. എന്റെ സുഖവും സന്തോഷവും അവളാണ്. ഇവിടുത്തെ ഒരു ഹോട്ടലിൽ അവൾ പാട്ടുപാടി കഴിയും.